അങ്ങനെ രാവിലെ കാഫറ്റേറിയയിൽ പോയി വാങ്ങിച്ച സാധനം ഇത് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഫലാഫിൽ. നമ്മുടെ പരിപ്പോടയുടെ അനിയനായിട്ട് വരും. പിന്നെ ലഞ്ച് ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ചില സമയം. നമ്മൾ കഴിക്കേണ്ടെന്ന് വെച്ചാൽ നമ്മളെ കഴിപ്പിച്ചിരിക്കും. ഇതിൻ്റെ ഇടയിലോട്ടാണ് ഈ 2026 ഞാൻ ഡയറ്റ് എന്നും പറഞ്ഞ് കയറി കൊടുക്കുന്നതെന്ന് ഓർത്തോണം. അതിനിടയ്ക്ക് ഞാനൊരാളെ കാണിക്കാം. ഇത് കണ്ടോ, ഞങ്ങളെപ്പോലെ തലതെറിച്ചവരും മാത്രമല്ല കേട്ടോ, നല്ല കുട്ടികളുമുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് കണ്ടോ. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇറങ്ങി. ഇന്ന് ഞാൻ 12 അവേഴ്സ് ഒന്നും ചെയ്തില്ല. കാരണം എനിക്ക് അവേഴ്സ് കൂടുതലാണ്. അത് ഓവർ ടൈം ആയിട്ട് വരണം. ഓവർ ടൈം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ, കല്യാണത്തിന് മുമ്പ്. പക്ഷെ ഇപ്പം എന്തോ എനിക്ക് ഓവർ ടൈം ഒന്നും ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് അഹങ്കാരമായിട്ട് പറയുന്നൊന്നും. ഞാൻ സിംഗിൾ ആയിരുന്നപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ ഓവർ ടൈം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓഫ് കാണുന്നിടത്തെല്ലാം ചാടി കയറി ഓവർ ടൈം ചെയ്ത് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് മാത്രം ജോലി ചെയ്യുക, സ്വസ്ഥമായിട്ട് ജീവിക്കുക, അതാണ് പുതിയ പോളിസി. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ദേ അവിടെ ഒരു പൂച്ച സാറ് നിൽക്കുന്നു. പാവമുണ്ട്, അതിനെന്തോ വിശക്കുന്നെന്നുള്ള പരാതി പറഞ്ഞാൽ എൻ്റെ ഒന്നുമില്ല. അല്ലെങ്കിൽ കൈയും വീശി ജോലിക്ക് പോകുന്നവരെ പോക്കറ്റിൽ എന്ത് കാണാൻ. തപ്പി നോക്കിയപ്പോൾ ഒരു ചോക്ലേറ്റ് കിട്ടി. അത് പൂച്ചയ്ക്ക് കൊടുത്തപ്പോൾ പൂച്ച എന്നോട് പറഞ്ഞു എൻ്റെ പട്ടിക്ക് വേണമെന്ന്. അങ്ങനെ അവിടെയും ഞാൻ 3G ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ആ പൂച്ചക്കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർബക്സിൽ നിന്ന് വാങ്ങിച്ചാൽ മുതലാത്തില്ലാത്തതുകൊണ്ടും എൻ്റെ അപ്പൻ്റെ പേര് അനിൽ അംബാനി എന്നല്ലാത്തതുകൊണ്ടും പിന്നെ പൂച്ച പ്രഥമദൃഷ്ടി എന്നെ അപമാനിച്ചതുകൊണ്ടും ഞാൻ അതിന് മുതിർന്നു. പക്ഷേ പാവം പൂച്ച, ഞാൻ കൂടും കുടുക്കെടുത്ത് പോരുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ പൂച്ച എൻ്റെ പുറകെ വന്നതേ. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അയ്യോ, ഒന്നും കൊടുക്കാനില്ലല്ലേ? എന്നാ ഒന്നും ഞാനിന്ന് കൊണ്ടുവന്നിട്ടുമില്ല. നോക്കിയിരിക്കുന്ന പൂച്ച സാർ ഒന്നുമില്ല. ഇപ്പോൾ പൂച്ച മനസ്സ് വിചാരിക്കുന്നതാണ്, ഇത്രയും നാണം കെട്ട് ഞാൻ പുറകെ വന്നിട്ടും ഒരു ഞാലിപ്പൂവൻ പഴം പോലും വാങ്ങിച്ചു തരാത്ത നാണം കെട്ട് തിണ്ടി എന്ന് എന്നെക്കുറിച്ച്. പാവം പൂച്ചയല്ലേ. അങ്ങനെ ഞാൻ അവിടുന്ന് വാങ്ങിച്ച ഡ്രിങ്ക്സും എടുത്ത് കുറച്ച് ഷോ ഓഫ് കാണിച്ചേ. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും കോഫി വാങ്ങിക്കുന്ന ഞാൻ വർഷമൊക്കെ തീരുമല്ലേ, കോഫി മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങ് നശിക്കട്ടെന്നേ, ഒരു ദിവസം ഇച്ചിരി അർമാദിക്കാം. ഞാനും ജസ്റ്റ് ആ സുന വെച്ചിട്ടൊരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട്.